Assalamualaikum, welcome back to Handmade Tales. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരു മൊബൈൽ ട്രൈപോഡാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു DIY ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പം ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിടണം. അത് അവിടെ കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ ചെയ്യാം. മാർക്ക് ചെയ്ത പോർഷൻ നമുക്ക് ഒരു കത്തിയോ അതല്ലെങ്കിൽ പേപ്പർ കട്ടറോ യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ടേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് സ്റ്റോൺ പീസസോ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ക്വാർട്ടർ പോർഷൻ ഇത് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. ലേക്ക് വേണ്ടത് ഒരു സ്പാച്ചുല അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കാണ് വേണ്ടത്. ഇത് നമുക്ക് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഇതിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഈ മൊബൈൽ ട്രൈപോഡ് റെഡിയായി. ഇനിയിപ്പം ട്രൈപോഡ് ഇല്ല എന്നുള്ളവർക്ക് വിഷമിക്കേണ്ട. ഇങ്ങനെ ട്രൈപോഡ് ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും. അത് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.